ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മഴ തുടങ്ങിയതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊന്നും മീൻകാർ ഇപ്പോൾ പോകുന്നില്ല എന്ന് തോന്നുന്നു. മീൻ കിട്ടിയിട്ടില്ല ഇന്ന്. അപ്പോൾ ഇന്നെന്തായാലും സോയാബീൻ റോസ്റ്റും കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴുത്ത മാങ്ങേനെ കൊണ്ട് മാമ്പഴ പുളിശ്ശേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പം വിചാരിക്കും മാമ്പഴ പുളിശ്ശേരിയും സോയാബീൻ റോസ്റ്റും എന്താടാ ഇത്, ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത അലുവയും മത്തിക്കറിയും പോലെയെന്ന്. പക്ഷേ അടിപൊളിയാടോ, നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് മറ്റേ ചിക്കൻ കറിയും മാമ്പഴ പുളിശ്ശേരിയും. അങ്ങനെ നല്ല എരിവും മധുരമൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു കുക്കിങ്ങും കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ സോയാബീൻ ഇത്ര മതിയോ എന്ന് ഞാൻ അമ്മേൻ്റോട് ചോദിക്കുകയായിരുന്നു. തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ. പിന്നെ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ മോള് കഴിക്കുമോ എന്നറിയില്ല. ഞാൻ ആദ്യം അവക്കൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2-3 മാങ്ങ നല്ലത് നോക്കിയിട്ട് എടുക്കുകയാണ്. അവൾ കഴിക്കുമോ എന്നറിയില്ല. കറിയൊക്കെ പൊതുവേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചോറ് കഴിക്കില്ല. കറി ഇങ്ങനെ തൊട്ട് നക്കി കളിക്കുന്ന കാണാം. എരിവുള്ള കറിയൊക്കെ ഇഷ്ടമാണ്, മധുരം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ഇത് കഴിക്കുമോ എന്നറിയില്ല. ചായയൊക്കെ കുടിക്കുമ്പോൾ എൻ്റെ മടിയിൽ വന്നിരുന്നിട്ട് കടലക്കറിയൊക്കെ തൊട്ട് നക്കി തന്നുന്ന പരിപാടിയാണ്. പക്ഷേ ഈ പുട്ട്, ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പം ഞാനിപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മണത്ത് നോക്കിയത്. എനിക്കിഷ്ടമാണ് മാങ്ങ പഴുത്ത മാങ്ങേൻ്റെ മണം. നല്ല മണമായിരിക്കില്ലേ വീട്ടിലുണ്ടാകുന്ന മാങ്ങേൻ്റെ. അപ്പോൾ ഇതെന്തോ പപ്പായ വാങ്ങിയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയതിന്. ഈ ഒരു അളവിൽ ഞാൻ എടുത്തതേ മാങ്ങ. പിന്നെ അപ്പോൾ ഇനി വേഗം ഇത് പോയിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്തായാലും മൺചട്ടിയിൽ വെക്കുന്നതല്ലേ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര. നമ്മൾ വെല്ലം എന്നൊക്കെ പറയും, തലശ്ശേരിയിലെ വെല്ലം എന്നാണ് പറയുക. ചെറിയ കഷ്ണം ശർക്കര. നിങ്ങളെ മധുരം എത്രയാണോ ആവശ്യം, നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ കഷ്ണം എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേവിക്കാൻ ആവശ്യമായ വെള്ളം എന്ന് പറഞ്ഞാൽ കുറുകിയ ചാറോട് കൂടിയിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട. ഒരു 1 ഗ്ലാസ്സോ 1.25 ഗ്ലാസ്സോ മറ്റോ ഒഴിച്ചാൽ മതി. വേണമെങ്കിൽ പിന്നീട് തൈരൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് നോക്കി അരപ്പൊഴിക്കുന്ന സമയത്ത് ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്, അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നേരെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സോയാബീൻ ഞാൻ നേരത്തെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡിയായിട്ട് സോയാബീൻ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിപ്പോൾ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആദ്യം ഇതിൻ്റെ അരപ്പ് റെഡിയാക്കണം. വെന്ത് വരുന്ന സമയം കൊണ്ട്, മാങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുക്കുകയാണ്. കുറേ അധികം ഒന്നും തേങ്ങേൻ്റെ ആവശ്യമില്ല, കുറച്ച് മതി. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുക. തേങ്ങ കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് അളവിലെടുത്താൽ മതി തേങ്ങ. അപ്പോൾ തേങ്ങ ചിരവുന്നതിൻ്റെ നടുക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ ഉക്കത്ത് കയറിയിട്ടുണ്ട്. ഞാൻ പതിയെ ആളെ അവിടെ നിന്ന് മാറ്റിക്കോളും, പേടിക്കണ്ട, ഒന്ന് സമാധാനിപ്പിക്കാൻ ഇരുത്തിയതാണ്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകവും മഞ്ഞളും ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്. നന്നായി മഷി പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് വേവിച്ചെടുത്ത മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മാങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ടൊന്ന് നന്നായി കുറുക്കിയെടുക്കുക. അരപ്പൊക്കെ നന്നായി തിളച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ട തൈരാണെങ്കിൽ മിക്സിയിൽ നിന്ന് ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല. തൈര് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് ഒന്ന് കടുകിലും വറ്റൽമുളകിലും ഒന്ന് താളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടിയായാൽ മാമ്പഴ പുളിശ്ശേരി റെഡി. അപ്പം ഞാനിതിൽ കടുകും വറ്റൽമുളകൊക്കെ താളിച്ചെടുക്കുന്നത് നെയ്യിലാണ് കേട്ടോ. നമ്മളെ ആക്ട്രസ് ഊർമിള ഉണ്ണി പറഞ്ഞതുപോലെ നെയ്യിൽ മാമ്പഴ പുളിശ്ശേരി വഴറ്റിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണെന്ന് കേട്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക്, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുകും വറ്റൽമുളകൊന്നും ഇതിലേക്ക് ഒഴിക്കുന്ന വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്യിൽ വറുത്തിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിലും അടിപൊളിയല്ലേ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അമ്മ ചോറെല്ലാം അടുപ്പത്ത് ആക്കിയിട്ട് ചോറ് വാർത്തും വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അടുത്ത പരിപാടി പപ്പടം കാച്ചിയെടുക്കലാണ്. വേറെ ഒന്നുമില്ല. ആകെ ഇന്ന് സോയാബീൻ റോസ്റ്റും മാമ്പഴ പുളിശ്ശേരി മാത്രമാണ്. മീനില്ലാണ്ട് എനിക്ക് ചോറിറങ്ങാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനി സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികൾ വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വെക്കേഷൻ കഴിയുന്നത് വരെ ഈ ഒരു സമയത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾ പൊടി, ചിക്കൻ മസാല ഈ 3 പൊടികളാണ് ചേർത്തത്. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഞാനിതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടീൻ്റെ അളവും കുറച്ച് കുറവാണ്. പച്ചമുളക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റിൽ ചേർത്തുകൊണ്ട് അതും ഞാൻ കുറച്ച് ചെറിയ അളവിലാണ് ചേർത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച സോയാബീൻ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, വേവിച്ചെടുക്കുക. സൂപ്പർ ഫാസ്റ്റ് പോലെ പോയി എന്ന് വിചാരിക്കണ്ട. പിള്ളേരെ സൗണ്ട് ഇതിൽ വരാണ്ടിരിക്കാനാണ് ഞാൻ സ്പീഡിലങ്ങ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഒട്ടും സമ്മതിക്കുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ കറണ്ട് എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയില്ല. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ ഉണ്ടാവില്ല. അപ്പോൾ പിള്ളേരൊന്നും ടി വിൻ്റെ മുമ്പിലേക്കും പോകുന്നില്ല. ഫുൾ പുറത്തിറങ്ങിയിട്ട് കളിയാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ കുറച്ചെന്നാലും ഒരു റെസ്റ്റ് ഉണ്ടാകുമായിരുന്നു പിള്ളേർക്ക്. ഇതിപ്പോൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ആളാണ്. വ്യൂസൊന്നും ഇല്ല, എന്നാലും അതൊരു ഇടാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം. ഇനി നമ്മൾ പ്രയത്നിക്കാണ്ട് നിന്നിട്ടാണോ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നെനിക്ക് 3ാമത്തെ ദിവസമാണ്, വീഡിയോ ഇടേണ്ട ദിവസമാണ്. ഇത് ഞാൻ ഇന്നെടുക്കുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമോയെന്ന് കൂടി അറിയില്ല. കാരണം ഇവിടെ കറണ്ടില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉച്ചക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഈ കറണ്ടിൻ്റെ ഒരു പ്രോബ്ലം കാരണം വൈഫൈ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഫോണിൽ നെറ്റ് ചെയ്യുന്നില്ല. വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് ഫോണിൽ നെറ്റ് ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആകെ പെട്ട് കിടക്കുകയാണ്. ഇനിയിപ്പം മഴയൊക്കെ ആയാൽ എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ സോയാബീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വർത്തമാനത്തിൻ്റെ നടുക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. സോയാബീൻ കറി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞേരം അടുത്ത പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ പാത്രം കഴുകൽ. ബാക്കിയൊക്കെ സഹിക്കാം, ഈ പാത്രം കഴുകുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. അപ്പോൾ വേഗം ഇതും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ മുളക് കൂടെയാണ് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലൈവ് ഇടും, എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും.
അല്ലെങ്കിൽ കിടന്ന് ഉറക്കം എനിക്ക് ഉച്ചക്ക് ഉറങ്ങുന്ന ഇഷ്ടമല്ല. അന്നത്തെ ദിവസം പോക്കാണ് ഉച്ചക്ക് ഉറക്കി കഴിഞ്ഞാൽ. ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.